വീഡിയോ മലയാളത്തെക്കുറിച്ചാണ് വിചാരിക്കുക. ലെറ്റ്സ് സ്റ്റാർട്ട്. ബേസിക്കലി മമ്മി മലയാളിയാണ്, പപ്പ സമാന്ത തെലുഗു. കൊച്ചിനാളത്തെ വീട്ടിൽ മലയാളം ഒന്നും സംസാരിക്കത്തില്ലായിരുന്നു. മമ്മിയുടെ എന്താ പറയുക, മദറിൻ്റെ വേർഡ്സ് എനിക്കറിയത്തില്ല. പപ്പയുടെ അമ്മ വേണ്ട, നീ ഒന്നും മലയാളം പഠിപ്പിക്കേണ്ടാണ് പറഞ്ഞു വീട്ടിൽ. അപ്പം തെലുഗു തന്നെ അറിയാം എനിക്കും. എൻ്റെ ബ്രദേഴ്സ്ക്ക് മലയാളം അറിയത്തില്ലായിരുന്നു. പക്ഷെ കൊച്ചിനാളിൽ യൂസ് ടു ഗോ ടു കേരള, കൊല്ലം ആരെങ്കിലും ഉണ്ടോ? കൊല്ലം കൊട്ടാരക്കരയിൽ അമ്പലക്കര, അവിടെ അവൾ ഹൗസ് ഈസ് നീലമല ഹൗസ്. എത്ര ക്യൂട്ടല്ലേ നീലമല ഹൗസ് ഫ്രം അമ്പലക്കര ഇസ് ഇൻ കൊട്ടാരക്കര ഇസ് ഇൻ കൊല്ലം. എനിക്ക് മലയാളം ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഡ്യൂറിങ് 6th standard I went. അപ്പം ഐ സ്റ്റേഡ് ദെയർ ഫോർ 2 months. മമ്മിയുടെ കുറച്ച് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു, സോ ഐ സ്റ്റേഡ്. അപ്പം എനിക്ക് മലയാളം കുറച്ച് മനസ്സിലാകാൻ ആയി. ഐ സ്റ്റാർട്ട് റൈറ്റിംഗ് മലയാളം. അപ്പം ഞാൻ മലയാളത്തിൽ ട്രെയിനിൽ പോകുമ്പം ബുക്ക് കിട്ടുമല്ലേ, എവറിത്തിങ് ആൽഫബറ്റ്സ് ലെറ്റേഴ്സ്, അതെടുത്തിട്ട് പഠിച്ച് എനിക്ക് ഫൈനലി കുറച്ച് മലയാളം അറിയാം. സോ ചൈൽഡ്ഹുഡിൽ ഇഫ് ഐ ക്യാൻ സ്പീക്ക് ദീസ് വേർഡ്സ്. സുഖമാണോ, സുഖം, വെള്ളം, ചോറും, പിന്നെ കഴിച്ചോ, കഴിച്ചു. ദാറ്റ്സ് ഇറ്റ്. പിന്നെ ലേറ്റർ ഓൺ ഐ സ്റ്റാർട്ടഡ് ലേണിംഗ് മലയാളം. എനിക്ക് ഇഷ്ടമായിരുന്നു. ലോക്ക്ഡൗൺ ടൈമിൽ എൻ്റെ കസിൻസിൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങിയായിരുന്നു. ദെൻ ഇറ്റ് വാസ് ലൈക്ക് ഐ ലിറ്ററലി വാസ് ലൈക്ക് ഒബ്സെസ്ഡ് വിത്ത് ഹിസ് വേർഡ്സ്. അവരുടെ മലയാളം കേട്ടിട്ട് ഒരു നല്ല ഫീലിംഗ്. എനിക്ക് മലയാളം കേൾക്കാനും സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ I was already speaking in Malayalam at that time. I literally learned few words from him. He's a Gen Z kid, okay? Like, Manchatti. When he told Manchatti, I thought he's giving a nickname to me. But അത് Manchatti. അപ്പം this is a word I learned first time. പിന്നെ what I learned with him, ജാഡ, ലൈക്ക് പ്രൈഡ്, അങ്ങനെ കുറച്ച്. പിന്നെ സഡൻലി when you were speaking, എന്തുവാ വെള്ളരിക്കപ്പട്ടണമാണോ? I was like, how cute, വെള്ളരിക്കപ്പട്ടണമാണോ? അത് കേട്ടിട്ട് എനിക്ക് അവൻ്റെ കുറച്ച് വേർഡ്സ് ലൈക്ക് I never heard. I was like, wow, കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ, അങ്ങനെ. പിന്നെ ചീത്തെല്ലാം പഠിച്ചായിരുന്നു അവൻ്റെ അടുത്ത്. പിന്നെന്തെങ്കിലും ഡിഫറെൻറ്റ് വേർഡ്. അടിപൊളി ഫ്രം കൊച്ചുനാളിലാണ് എൻ്റെ അടിപൊളി. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ ലാംഗ്വേജ്. മലയാളം നാട്ടിൽ പോയാൽ പിന്നെ even now if anyone asks what's your favorite vacation place, favorite place where you want to go other than your home, I will say my അമ്മച്ചിയുടെ വീട്. അവിടെ അപ്പച്ചനുണ്ടപ്പം I even went with അപ്പച്ചൻ. ഞങ്ങൾക്ക് റബ്ബർ ട്രീസ് ഉണ്ടായിരുന്നു. ദെൻ റബ്ബർ എടുക്കുമ്പോൾ ദെൻ every process was during childhood. It was like something special which we can't find now, I guess. Like coconut ചട്ടിയിൽ പാലെടുത്തിട്ട് എല്ലാം ബക്കറ്റിലിട്ടിട്ട്, പിന്നെ ബക്കറ്റിൽ സംതിങ് മിക്സ് ചെയ്തിട്ട് അതൊരു ട്രെയിൽ വെച്ചിട്ട് അത് ആഫ്റ്റർ ദാറ്റ് ഇങ്ങനെ ഒരു സോഫ്റ്റ് ആവും. പിന്നെ അതെടുത്തിട്ട് ഒരു മെഷീനിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തപ്പം ഒരു റബ്ബർ ഫോം ആവും, ഷീറ്റ് ഫോം ആവും. പിന്നെ അത് ഡ്രൈ ചെയ്തിട്ട് അത് സെൽ ചെയ്യും. അങ്ങനെ I learned many things during my childhood. പിന്നെ in childhood is like cashew nut, അണ്ടിപ്പരിപ്പ്, അല്ലേ, കറക്റ്റല്ലേ? അതും we have a tree. അപ്പം അതെല്ലാം എടുത്തിട്ട് അപ്പച്ചൻ will burn it, ബേൺ ചെയ്തിട്ട് ഇങ്ങനെ അടിച്ചിട്ട് അതിൽ cashew nut പറയുന്നത് അത് കൊടുക്കും. അത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ we used to wait when അപ്പച്ചൻ will give, when we can eat that cashew nut. I mean, like, ഇപ്പം if you go and buy in your shop, അത് അങ്ങനെ ടേസ്റ്റ് ഇല്ല. the way our tree എടുത്തിട്ട് അതിനെ ബേൺ ചെയ്തിട്ട് അതിനെ ഇങ്ങനെ അടിച്ചിട്ട്
കൊച്ചു സ്വീറ്റ് പറയുന്നത് അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ മൈ ഫേവറേറ്റ് കപ്പലണ്ടി യാ ഐ മീൻ ഐ തിങ്ക് എല്ലാം പ്ലേസിൽ അങ്ങനെ കപ്പലണ്ടി ഒരു ഗ്ലാസ്സിൽ every shop many shops you can find a glass bowl, you can find kapulandi, they will give you and you can eat. And favorite one banana chips ഷോപ്പിൽ ബനാന ചിപ്സ് അത്ര ടേസ്റ്റ് കാണത്തില്ല. വീട്ടിൽ ചെയ്ത് അതെന്തുവാ ബനാനയുടെ പേര് ഏതാണ്ടുണ്ട്, നേത്തപ്പഴം അതെ ഇങ്ങനെ. പിന്നെ ഓൾ ടൈം ഫേവറേറ്റ് ഈസ് ലൈക്ക് പഴം കഞ്ഞി ചക്ക വേവിച്ചിട്ട് ചോറും ചക്ക വേവിച്ച് വെള്ളം ഇട്ടിട്ട് പിന്നെന്തുവാ കാന്താരി അതെല്ലാം മിക്സ് ചെയ്തിട്ട് കൊടുക്കും അമ്മച്ചി. ഇറ്റ്സ് ലൈക്ക് ഫേവറേറ്റ്, ഓൾ ടൈം ഫേവറേറ്റ്. ഐ ഡോണ്ട് നോ, ഐ റിയലി ലൈക്ക് ഇറ്റ്. പഴങ്കഞ്ഞി. many things are there during like childhood memories. നാട്ടിൽ പോയപ്പം ഇതെല്ലാം കഴിക്കാനൊരു ഫീലിംഗ്. സോ എങ്ങനെയുണ്ട് എൻ്റെ മലയാളം? ഇഫ് എനി മലയാളീസ് ആർ വാച്ചിങ് ലെറ്റ് മീ നോ.